ധനുസ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക്, നടക്കാനിരിക്കുന്ന പരീക്ഷകൾക്ക്, ഡിഗ്രി പ്രിലിംസും മറ്റ് കേരള PSC പരീക്ഷകൾക്കും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള 2025 ചോദിച്ചിട്ടുള്ള കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി അടങ്ങിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഉത്തരം ഡച്ചുകാർ. മാർത്താണ്ഡവർമ്മ 1741 ഡച്ചുകാരുമായാണ് കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്. അടുത്തത്, ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മാവോ സേതൂങ്. ചൈനയിലെ ലോങ് മാർച്ച് മാവോ സേതൂങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോങ് മാർച്ച് മാവോ സേതൂങ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ലോങ് മാർച്ച് മാവോ സേതൂങ്. വ്യവസായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ബ്രിട്ടൻ. വ്യവസായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. അടുത്തത്, ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനം. മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? ഉത്തരം ബ്രസീൽ. മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? ബ്രസീൽ. അടുത്തത്, ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2, 3, 4 ശരിയുള്ളവയാണ്. അതായത്, സമുദ്രങ്ങളിലെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. അടുത്തത്, ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. അടുത്തത്, സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളെക്കാൾ ദൈർഘ്യം കുറവാണ്. സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. അപ്പോൾ 3 പോയിന്റ് ശരിയാണ്. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെല്ലാം? 3 പ്രസ്താവന തെറ്റ് തന്നെയാണ്. 4ാമത്തെ മാത്രമേ ശരിയുള്ളൂ. കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ഓക്കെ, കൊൽക്കത്ത എവിടെയാണ്? ഹൂഗ്ലിയുടെ തീരത്താണ്. കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്താണ്. കൊൽക്കത്ത ഹൂഗ്ലിക്ക് അടുത്താണ്. ഓർത്തു വയ്ക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, കാറ്റിൻ്റെ ഗതിയെയോ വേഗതയോ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ്? വേലീബലമാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം. വേൾഡ് ജോഗ്രഫി അല്ലെങ്കിൽ ജോഗ്രഫിക്കകത്ത് വരുന്ന പാർട്ടാണ്. ഡിഗ്രി പ്രിലിംസ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം കൂടിയാണ്. കാറ്റിൻ്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകമാണ് അല്ലേ? അപ്പോൾ സ്വാധീനിക്കുന്ന ഘടകം ഏതൊക്കെയാണ്? ഒരു കാറ്റിൻ്റെ ഗതിയെയും വേഗതയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കോറിയോലിസ് ബലം, ഘർഷണ ബലം, മർദ്ദവ്യത്യാസം കാരണം ഉണ്ടാകുന്ന ബലം. പ്രധാനപ്പെട്ട ചോദ്യം. കോറിയോലിസ് ബലം, ഘർഷണ ബലം, മർദ്ദവ്യത്യാസം കാരണം ഉണ്ടാകുന്ന ബലം. ഇത് 3മാണ് കാറ്റിൻ്റെ ഗതിയെ അല്ലെങ്കിൽ അവയുടെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. 3 പഠിച്ചു വെച്ചേക്കുക. അടുത്തത്, താഴെ പറഞ്ഞ തെറ്റായ പ്രസ്താവന ഏതെല്ലാമാണ്? ഇവിടെ തെറ്റായ പ്രസ്താവനകൾ 1ഉം 4ഉം തെറ്റായ പ്രസ്താവനയാണ്. അതായത്, നമുക്ക് ശരി മാത്രം പഠിക്കാം. പാമ്പാർ കിഴക്കോട്ട് പോകുന്ന നദി അല്ലേ? പാമ്പാർ കിഴക്കോട്ട് പോകുന്ന കേരളത്തിലെ നദിയാണ്. കൂടെ ആരൊക്കെയുണ്ട്? കാവേരിയും ഭവാനി അല്ലേ? കാവേരിയാണോ? കബനിയും ഭവാനിയുമുണ്ട്. ഭവാനിയുമുണ്ട്. കിഴക്കോട്ട് പോകുന്നവരിൽ ഭവാനിയുണ്ട്, കബനിയുമുണ്ട്. ഇനി ഒരെണ്ണം കൂടി ശരിയുണ്ടല്ലോ. അവരേതായിരുന്നു? കേരളത്തിൻ്റെ ഇത് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമുക്കറിയാവുന്ന പ്രസ്താവനയാണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ശരിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഓക്കെ, ആനമുടിയാണ്. അടുത്ത ചോദ്യം, നിങ്ങൾക്കറിയാവുന്ന ചോദ്യം. സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ്? സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ്? ആൻസർ ഏതാണ്? നമുക്കറിയാം. ആൻസർ ഏതാണ്? ജപ്പാനാണ്. സ്ലിം മിഷൻ ജപ്പാൻ്റെ ചാന്ദ്ര ദൗത്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 1ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? 1ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പങ്കുവഹിച്ച മലയാളി ആരാണ്? ആൻസർ KN രാജാണ് അല്ലേ? 1951 KN രാജാണ്. 51 പഞ്ചവത്സരം KN രാജ്. 1ാമത്തേത് ഓർത്ത് വെക്കുക. KN രാജ്. നമ്പർ 1. നെക്സ്റ്റ് ചോദ്യം. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം,
കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? 82 ആൻസർ നബാർഡാണ്. 82 നബാർഡാണ് വന്നേക്കുന്നത്. നബാർഡാണ് വന്നേക്കുന്നത്. ഒരു ചോദ്യം കൂടി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഉത്തരം ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതി അല്ലേ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗരീബി ഘടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 5ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത്, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ കേട്ടോ. അധ്യക്ഷൻ ആര് തന്നെയാണ്? അദ്ദേഹം തന്നെയാണ്. ഉപാധ്യക്ഷനാരാണ്? സുമൻ ബെറിയാണ്. ഉപാധ്യക്ഷനാണ് സുമൻ ബെറി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ്? ഇതെല്ലാം നേട്ടം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഭക്ഷ്യക്ഷാമമില്ലാതെയായി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. ശരിയാണല്ലോ. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ശരിയാണല്ലോ. ധാന്യശേഖരം വർദ്ധിച്ചു. വിദേശ ആശ്രയത്വം ഇല്ലാതായി. ഇതെല്ലാം ഹരിത വിപ്ലവം വന്നപ്പോഴുള്ള പുരോഗതികളാണ്, നേട്ടങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും അമേരിക്കക്കാരിൽ നിന്നും കടമെടുത്തവ ഏതൊക്കെയാണ്? എന്തൊക്കെ കടമെടുത്തു? ആൻസർ 1, 3 പറയുമ്പോൾ ഭരണഘടന പുനരവലോകനം, അതുപോലെ സ്വതന്ത്ര നീതിന്യായ സംവിധാനം. നമ്മുടെ ഇന്ത്യക്കാർ അമേരിക്കയിൽ നിന്നും കടമെടുത്ത സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? 1 ഭരണഘടനയുടെ പുനരവലോകനം, 2 അടുത്തതാണ് സ്വതന്ത്ര നീതിന്യായ സംവിധാനം നമ്മൾ കടമെടുത്തിട്ടുണ്ട്. ഓക്കെ, പുനരവലോകനം അതുപോലെ തന്നെ നീതിന്യായം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത്, ഹൈക്കോടതികളുടെ റിട്ട് അധികാരം. എത്രാമത്തെ അനുച്ഛേദത്തിൽ പറയുന്നുണ്ട്? ഹൈക്കോടതി റിട്ട് അധികാരം എത്ര അനുച്ഛേദത്തിൽ പറയുന്നു? ആൻസർ എന്താ പറയുക നമുക്ക്? ഉത്തരം അനുച്ഛേദം 226 അല്ലേ? ഹൈക്കോടതി 2 വരുമ്പോൾ ഹൈക്കോടതി അല്ലെ 2 പുള്ളി വരും, 22 ഓർത്താൽ മതി. 2 പുള്ളി 22, 222 അല്ലേ? 22, 22, 6, 226 ഹൈക്കോടതി. 2 ഇല്ലേ ചെറിയ പുള്ളി, അപ്പോൾ 22 ഓർത്താൽ മതി. ഹൈക്കോടതി അറിയത്തില്ലെങ്കിൽ 226, 226. നെക്സ്റ്റ് ചോദ്യം, മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി ഏതാണ്? അല്ലേ? ആൻസർ 42ാം ഭേദഗതി. ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തൊക്കെയാണ്? ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം, വോട്ട് പാർട്ടിക്ക് തന്നെ കൊടുക്കും എന്നുള്ളതും കൂടിയാണ് പറയുക. ആനുപാതിക പ്രാതിനിധ്യം ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് താഴെ പറഞ്ഞ ആരൊക്കെയാണ്? അല്ലേ? അവർ രണ്ടും പോട്ടെ. അപ്പം കൺകറന്റ് ലിസ്റ്റ് മാത്രം മതി. തൊഴിൽ സംഘടനകളെയും മായം ചേർക്കലും, രണ്ടും അങ്ങോട്ട് മാറ്റി ചോദിക്കാതെ. തൊഴിൽ സംഘടനകളും മായം ചേർക്കലുമാണ് എന്ത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ. അല്ലേ? കേന്ദ്രത്തിൻ്റെ കാര്യമാണ്. തൊഴിൽ സംഘടനകളും മായം ചേർക്കലുമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അടുത്തത്, 2024 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണ്? ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവെന്ന തീം എന്നായിരുന്നു അല്ലേ? വേണം ചോദിക്കത്തിൽ നിങ്ങൾ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? സി അച്യുതമേനോൻ ആയിരുന്നു. ഓക്കെ, അച്യുതമേനോൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 2024 കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ എത്രയായിരുന്നു? കുടുംബശ്രീയെ സംബന്ധിച്ച കാര്യമാണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻസർ 11 പേരാണ്. ADS വരുമ്പോഴത്തേക്കിന് 11 അംഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നിങ്ങൾ കാണാത്തൊരു ക്വസ്റ്റ്യൻ അല്ലേ? 2024 ഫെബ്രുവരിയിൽ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പാണ് അല്ലേ? തളിപ്പറമ്പാണ്. അടുത്ത ക്വസ്റ്റ്യനോ, ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഡെപ്യൂട്ടി സ്പീക്കറാണ് ചോദിച്ചേക്കുന്നത്, സ്പീക്കറല്ല. ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഓക്കെ.